സർവജ്ഞനായ ഭീഷ്മ പിതാമഹൻ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ശരതൽപ്പത്തിൽ കിടന്ന് തൻ്റെ മാംസചക്ഷുസ്സുകൾ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ 1000 ദിവ്യനാമങ്ങൾ ശിഷ്യഭാവത്തിൽ മുന്നിൽ നിൽക്കുന്ന യുധിഷ്ഠിരനെ ഉപദേശിക്കാൻ ആരംഭിക്കുന്നു. 1000 നാമങ്ങളിൽ ആദ്യത്തേതായി അദ്ദേഹം ഉച്ചരിച്ചത് വിശ്വം എന്ന പദമാണ്. പ്രവേശിക്കുക, കടക്കുക എന്നർത്ഥമുള്ള വിശ്വ എന്ന ധാതുവിൽ നിന്നാണ് വിശ്വം എന്ന പദം ഉണ്ടായത്. മായാശക്തി കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൻ്റെ ചൈതന്യമായി അതിൽ സ്വയം പ്രവേശിക്കുന്നത് എന്നാണ് ഒരർത്ഥം. ബ്രഹ്മചൈതന്യത്തിൽ നിന്നുണ്ടായതാണ് ഈ പ്രപഞ്ചം. അത് ഉൽപ്പത്തിയുള്ളതായതുകൊണ്ട് തന്നെ നാശവും ഉള്ളതാണ്. നാശം എന്നതിന് ഈ സന്ദർഭത്തിൽ ഇല്ലാതാകൽ എന്നല്ല അർത്ഥം, ഏതിൽ നിന്നുണ്ടായോ അതിൽ തിരികെ പ്രവേശിക്കൽ എന്നർത്ഥം. പ്രപഞ്ചം ഏത് ചൈതന്യത്തിൽ പ്രവേശിച്ച് വിലയം പ്രാപിക്കുന്നുവോ അത് വിശ്വം. 2 തരത്തിൽ വ്യാഖ്യാനിച്ചാലും ബ്രഹ്മവാചിയാണ് വിശ്വശബ്ദം. ബ്രഹ്മവാചിയായ ഏകാക്ഷ ശബ്ദമാണ് പ്രണവം, അല്ലെങ്കിൽ ഓങ്കാരം. ബ്രഹ്മവാചിയായ ഓങ്കാരം ഏത് ദേവനെ സ്തുതിക്കുമ്പോഴും ഏത് മന്ത്രം ഉച്ചരിക്കുമ്പോഴും അതിനോട് ചേർത്ത് ഉച്ചരിക്കാറുണ്ട്. മന്ത്രത്തിന് മുൻപും പിമ്പും ഓം ചേർത്തുള്ള ജപം മന്ത്രസിദ്ധിക്കും മന്ത്രദേവതകളുടെ പ്രീതിക്കും പ്രയോജനപ്പെടുന്നു. വിശ്വം എന്ന പദത്തെ ഓങ്കാരത്തിന് പകരം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ തുടക്കത്തിൽ ഭീഷ്മ പിതാമഹൻ ഉപയോഗിച്ചത് കൊണ്ട് ഓങ്കാരവും വിശ്വശബ്ദവും അഭിന്നമാണെന്ന് ആചാര്യന്മാർ സ്ഥാപിക്കുന്നു. ഇത്രയും പറഞ്ഞതിൽ നിന്ന് വിശ്വശബ്ദം പ്രപഞ്ചത്തെയും പ്രപഞ്ചാധാരമായ ബ്രഹ്മത്തെയും കുറിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ ഈ നാമത്തെ ആചാര്യന്മാർ 2 തരത്തിൽ പറയുന്നു. വ്യാപിക്കുക എന്നർത്ഥമുള്ള വിശ്വ എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായതാണ് വിഷ്ണു. വ്യാപനശീലൻ എന്ന പദത്തിനർത്ഥം. ദേശകാല പരിമിതികളില്ലാതെ എല്ലാത്തിലും വ്യാപിക്കുന്ന പരമചൈതന്യത്തെ കുറിക്കുന്ന പദമാണ് വിഷ്ണു. ബ്രഹ്മാണ്ഡ കോടികൾക്കും ഉൽപ്പത്തി സ്ഥാനവും ആധാരവുമായ ബ്രഹ്മത്തെ തന്നെയാണ് വിഷ്ണു എന്ന പദം കുറിക്കുന്നത്. ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായിട്ട് വ്യാപിക്കുന്നത്. ഭൂമിയും ആകാശവും എന്നാൽ വ്യാപ്തമാണ്. അല്ലയോ പാർത്ഥ, എൻ്റെ അനന്തമായ വ്യാപ്തിയാൽ ഞാൻ വിഷ്ണു എന്ന് പറയപ്പെടുന്നു എന്ന് മഹാഭാരതം. ഈ മഹാത്മാവിൻ്റെ ശക്തി വിശ്വമാകെ പ്രവേശിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം വിഷ്ണു എന്ന് പ്രസിദ്ധനായി എന്ന് വിഷ്ണു പുരാണം. എന്താണ് വിശ്വം എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടിയായി വിഷ്ണു എന്ന് പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കാം. വിശ്വവും വിഷ്ണുവും എല്ലാ അർത്ഥത്തിലും ഒന്നാണെങ്കിലും വിശ്വത്തിന് എടുത്തു കാണിക്കാവുന്ന ഒരു മൂർത്തിയില്ല, ഉണ്ടെങ്കിൽ അസംഖ്യവുമാണ്. വിഷ്ണുവിന് ഇന്ദ്രിയ വിഷയമല്ലെങ്കിൽ പോലും ഒരു മൂർത്തിയുണ്ട്. ഈ നാമം ഇനി 2 തവണ കൂടി ഈ സ്തോത്രത്തിൽ ആവർത്തിക്കുന്നുണ്ട്. 3ാമത്തെ നാമം വഷഡ്കാര എന്നാണ്. യാഗത്തിലെ ഒരു സാങ്കേതിക പദമാണ് വഷഡ്. ഹവിസ് അർപ്പിക്കൽ എന്നർത്ഥം. ഏത് ദേവനെ ഉദ്ദേശിച്ചാണോ ഹവിസ് അർപ്പിക്കുന്നത് ആ ദേവനെയാണ് വഷഡ്കാര എന്ന പദം കുറിക്കുന്നത്. ഹവിസ് അർപ്പിക്കുന്നത് യാഗത്തിലെ പ്രധാന ചടങ്ങായതുകൊണ്ട് വഷഡ്കാരത്തിന് യജ്ഞം എന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥം സ്വീകരിച്ചാൽ യജ്ഞം സ്വരൂപമായവൻ എന്ന പദത്തിന് അർത്ഥം. വഷഡ്കാര എന്ന ശബ്ദത്തെ മന്ത്രമായി കണക്കാക്കാറുണ്ട്. ഈ പക്ഷത്തിൽ വഷഡ്കാര മന്ത്രം സ്വരൂപമായവൻ എന്നും വഷഡ്കാര മന്ത്രത്തിൻ്റെ ദേവത എന്നും പറയാം. യജ്ഞോ വൈ വിഷ്ണു എന്ന് തൈത്തിരീയ സംഹിത. ഏതു യാഗത്തിൽ ആരെ ഉദ്ദേശിച്ച് ഹവിസ് അർപ്പിച്ചാലും അത് സ്വീകരിക്കുന്നത് യജ്ഞരൂപിയായ വിഷ്ണു തന്നെയാണ്. 4ാമത്തെ നാമം ഭൂതഭവ്യഭവത് പ്രഭു എന്നാണ്. ഭൂതം സംഭവിച്ചു കഴിഞ്ഞത്, ഭവ്യം സംഭവിക്കാനുള്ളത്, ഭവത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവ 3നും പ്രഭുവായവനാണ് വിഷ്ണു ഭഗവാൻ എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു. സംഭവങ്ങളുടെ തുടർച്ചയാണ് കാലം. ഒന്നിനെ തുടർന്ന് മറ്റൊന്നായി അനേകമനേകം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ബഹുകോടി ബ്രഹ്മാണ്ഡങ്ങൾ ഉണ്ടാകുന്നു, അല്പകാലം നിലനിൽക്കുന്നു, നശിക്കുന്നു. ഓരോ ബ്രഹ്മാണ്ഡത്തിലും അനേകമനേകം ലോകങ്ങൾ, ഓരോ ലോകത്തിലും അനേകം ഗ്രഹനക്ഷത്രങ്ങൾ, ഓരോ യൂഥത്തിലും അനേകമനേകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും. അവയിൽ താരതമ്യേന ചെറുതായതാണ് ഭൂമി. ആ ഭൂമിയിൽ ഉണ്ടായി അല്പകാലം നിലനിന്ന് നശിക്കുന്ന ജീവികളും വസ്തുക്കളും. ഇവയുടെയൊക്കെ ഉൽപ്പത്തി, വളർച്ച, നാശം, ചലനം തുടങ്ങിയവയുടെ അനസ്യൂതയെയാണ് നാം കാലം എന്ന് പറയുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ വർത്തമാനകാലം എന്ന് പറയാം. അതിനെ കുറിക്കാനാണ് ഇവിടെ ഭവത് എന്ന പ്രയോഗം. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്ന് മറ്റു പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലത്തേതാകുന്നു. ആ പ്രവർത്തനങ്ങളെയും സംഭവങ്ങളെയുമാണ് നമ്മൾ ഭൂതം എന്ന് പറയുന്നത്.
ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെ തുടർന്നുണ്ടാകുന്ന മറ്റു പ്രവർത്തനങ്ങളെ കുറിക്കാനാണ് ഭവ്യം എന്ന പ്രയോഗം. അപ്പം പ്രവർത്തനത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാണെങ്കിലും കഴിഞ്ഞതിനെയോ വരാനുള്ളതിനെയോ നിയന്ത്രിക്കാൻ നമുക്ക് കഴിവില്ല. വർത്തമാന കാലത്തിലും നമുക്ക് ഒരളവ് വരെ മാത്രമേ നമ്മുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലും പ്രപഞ്ചമാകെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയിൽ നമുക്ക് പങ്കാളികളാകാനേ കഴിയൂ. ഇങ്ങനെ ആലോചിക്കുമ്പോൾ കാലത്തെ നിയന്ത്രിക്കാൻ മനുഷ്യനോ ദേവന്മാർക്കോ കഴിയുകയില്ല എന്ന് കാണാൻ വിഷമമില്ല. കാലഗതിക്ക് വിധേയമാണ് എല്ലാ പ്രപഞ്ച പ്രവർത്തനങ്ങളും. കാലനിയാമകമായി ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. ആ ശക്തിയാണ് വിഷ്ണു എന്നും വിശ്വമെന്നും ഈ സ്തോത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. സർവസാക്ഷിയും സർവത്തിനും ആധാരവും സർവനിയാമകവുമായ ബ്രഹ്മചൈതന്യത്തെ ഭൂതഭവ്യ ഭവത് പ്രഭു എന്നിവിടെ നിർദ്ദേശിക്കുന്നു. 5ാമത്തെ നാമം ഭൂതകൃത്താണ്. ഈ പദത്തെ 2 വിധത്തിൽ വിഗ്രഹിക്കാം. ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നവൻ, ഭൂതങ്ങളെ നശിപ്പിക്കുന്നവൻ. ഭൂതം എന്ന പദത്തിന് ഈ സന്ദർഭത്തിൽ ഭവിച്ചത്, ഉണ്ടായത് എന്നർത്ഥം. ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ രജോ ഗുണം സ്വീകരിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടി ചെയ്തതിനാൽ ഭൂതകൃത്ത്. തമോ ഗുണപ്രധാനായ രുദ്രന്റെ രൂപത്തിൽ ഉണ്ടായതെല്ലാം നശിപ്പിച്ചതുകൊണ്ടും ഭൂതകൃത്ത്. ഈ നാമം ഉൾക്കൊള്ളുന്ന 2 ഭാവങ്ങളും ഭഗവത്ഗീതയിൽ കാണാം. അർജുന, എന്നെ സർവ്വഭൂതങ്ങളിലും ബീജമാണെന്നറിയുക എന്ന് 7ാം അധ്യായത്തിലും, ഞാൻ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി സ്ഥാനമാണ് എല്ലാം എന്നിൽ വർത്തിക്കുന്നു എന്ന് 10ാം അധ്യായത്തിലും, എല്ലാ ഭൂതങ്ങളുടെയും ബീജം ഞാൻ തന്നെയാണെന്ന് 39ാം ശ്ലോകത്തിലും അതേ അധ്യായത്തിൽ ഭഗവാൻ അരുളി ചെയ്യുന്നുണ്ട്. എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന സർവാതിശായിയായ ചൈതന്യത്തെയാണ് വിശ്വമെന്നും വിഷ്ണുവെന്നും പറയുന്നത്. 6ാമത്തെ നാമം ഭൂതകൃത്താണ്. ഭൂതങ്ങളെ നിലനിർത്തുന്നവൻ അല്ലെങ്കിൽ ഭരിക്കുന്നവൻ. ഇവയ്ക്ക് വളർച്ചയും ക്ഷയവുമുണ്ട്. ക്ഷയത്തിൻ്റെ അന്തമാണ് നാശം. സൃഷ്ടിക്കും സംഹാരത്തിനും ഇടയ്ക്കുള്ള കാലമാണ് സ്ഥിതി. ആ ഘട്ടത്തിൽ തേജസ്സായും ഊർജമായും അനേകം രൂപത്തിൽ ഭൂതങ്ങൾ പോഷിപ്പിക്കപ്പെടുന്നു. പഞ്ചഭൂതങ്ങൾ ഭക്ഷ്യപേയങ്ങളായും ചൂടും തണുപ്പും വെളിച്ചവുമായും പല രൂപത്തിൽ ജീവികളുടെ ശരീരങ്ങളെ പോഷിപ്പിക്കുന്നു. മുൻ നാമത്തോട് ചേർത്ത് വ്യാഖ്യാനിച്ചാൽ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ക്ഷയത്തിനും കാരണമായ ചൈതന്യമാണ് വിഷ്ണു എന്നറിയപ്പെടുന്നത് എന്ന് സിദ്ധിക്കുന്നു. 7ാമത്തെ നാമം ഭാവയാണ്. ഭവിക്കുന്നവൻ എന്ന പദാർത്ഥം. പ്രപഞ്ചമായി ഭവിക്കുന്നവൻ എന്നോ കേവലനായി സർവാധാരമായി ഭവിക്കുന്നവൻ എന്നോ വ്യാഖ്യാനിക്കാം. എല്ലാം അറിയുന്നവനെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. സർവജ്ഞൻ, വിദ്വാൻ എന്നർത്ഥവും സ്വീകരിക്കാം. 8ാമത്തെ നാമം ഭൂതാത്മാ എന്നാണ്. എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവായവൻ അല്ലെങ്കിൽ സർവാന്തര്യാമി. ഭൂതശബ്ദം ഉണ്ടായ എല്ലാത്തിനെയും കുറിക്കുന്നു. ജീവനുള്ളവയെന്നും ജീവനില്ലാത്തവയെന്നുമുള്ള വേർതിരിവ് നാം ഉണ്ടാക്കുന്നതാണ്. ജീവൻ ഇല്ലെന്ന് നാം ധരിക്കുന്നവയിലും അന്തര്യാമിയായ ചൈതന്യം വർത്തിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അല്ലയോ ഗുഡാകേശ, ഞാൻ എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മാവാകുന്നു. എല്ലാ ഭൂതങ്ങളുടെയും ആദിയും അന്തവും ഞാനാകുന്നു എന്ന് ഭഗവത്ഗീത പറയുന്നു. 9ാമത്തെ നാമം ഭൂതഭാവന. ഭൂതങ്ങളെ ഭവിപ്പിക്കുന്നവൻ, ഭൂതങ്ങളെ വർദ്ധിപ്പിക്കുന്നവൻ. ഭൂതം എന്നതിന് ഭവിച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് എന്നർത്ഥം. ഉണ്ടായ എല്ലാത്തിനും കാരണമായ ബ്രഹ്മചൈതന്യത്തിന് വിശ്വം, വിഷ്ണു തുടങ്ങി 8 നാമങ്ങൾ ഇതിനകം നാം കണ്ടു. നിർമ്മിച്ചവയെ വളർത്തുന്നതും അതേ ചൈതന്യം തന്നെയാണ്. ഭൂതങ്ങളിൽ ഭാവനയായി വർത്തിക്കുന്നവൻ എന്നും അർത്ഥം കൽപ്പിക്കാം. ഈ പ്രപഞ്ചത്തിൽ ജന്മമെടുക്കുന്ന ജീവികളുടെ പ്രപഞ്ചാനുഭവം ഒന്നുപോലെയല്ല. ഒരേ സാഹചര്യത്തിൽ ജനിച്ചു വളരുന്ന 2 വ്യക്തികൾ ചുറ്റുപാടുകളുടെ നേർക്ക് പ്രതികരിക്കുന്നത് ഒരേ രീതിയിലല്ല. ഒരാൾക്ക് സുഖമായി തോന്നുന്നത് മറ്റൊരാൾക്ക് അസുഖകരമായെന്ന് വരാം. സുഖം, അസുഖം, ഇഷ്ടം, വെറുപ്പ് തുടങ്ങിയവ വ്യക്തികൾ ഭാവന കൊണ്ടുണ്ടാക്കുന്ന അനുഭവങ്ങളാണ്. ലൗകികാനുഭവങ്ങൾ ജീവികൾ ഉണ്ടാകുന്നത് പ്രപഞ്ച നിയാമകമായ ചൈതന്യമാണ്. ആ ചൈതന്യമായിട്ട് അല്ലെങ്കിൽ ഭൂതങ്ങളിൽ ഭാവനയായ ചൈതന്യമായി വർത്തിക്കുന്നവൻ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം. 10ാമത്തെ നാമം ഭൂതാത്മാ എന്നാണ്. കളങ്കമില്ലാത്തവൻ അല്ലെങ്കിൽ പരിശുദ്ധമായ ആത്മാവുള്ളവൻ എന്ന് 2 വിധത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഇതുവരെ ചർച്ച ചെയ്ത നാമങ്ങളിൽ പ്രവേശിക്കുന്നവൻ, ചെല്ലുന്നവൻ എന്നിങ്ങനെ ഭഗവാനെ അവതരിപ്പിച്ചു. പ്രകൃതിക്ക് അതീതമായതിന് പ്രകൃതി നിയമങ്ങൾ ബാധകമല്ല. കർമ്മവും കർമ്മബന്ധവും ഇല്ലാത്തതിന് കളങ്കം ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ഭഗവാൻ എന്നും എപ്പോഴും ഭൂതാത്മാവാണ്. കർമ്മങ്ങൾ എന്നിൽ പറ്റുന്നില്ല, എനിക്ക് കർമ്മഫലത്തിൽ താല്പര്യവുമില്ല, ഇപ്രകാരം എന്നെ അറിയുന്നവൻ കർമ്മങ്ങളാൽ ബദ്ധനാകുന്നില്ല എന്ന് ഭഗവത്ഗീത.
11ാമത്തെ നാമമാണ് പരമാത്മാ. പ്രപഞ്ചമായി രൂപം കൊള്ളുന്ന ബ്രഹ്മചൈതന്യം ആത്മാവായതിൽ പ്രവേശിക്കുന്നതായി 1-ാം നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. ആകാശം സമുദ്രത്തിലും ചെറിയ ചെറിയ ജലാശയങ്ങളിലും വെള്ളം നിറച്ച പാത്രങ്ങളിലും പ്രതിഫലിച്ച് പലതായി കാണപ്പെടുന്നത് പോലെ ഏകവും നിത്യശുദ്ധവും നിത്യബുദ്ധവും നിത്യമുക്തവുമായ ബ്രഹ്മം എല്ലാ ജീവികളിലും വസ്തുക്കളിലും ലോകങ്ങളിലും ജീവാത്മഭാവത്തിൽ വർത്തിക്കുന്നു. ജീവാത്മാവ് അനാദിയും അനന്തവുമായ ബ്രഹ്മചൈതന്യത്തിന്റെ പ്രതിബിംബം മാത്രമാണ്. എല്ലാ ജീവാത്മാക്കൾക്കും ആധാരവും കാരണവുമായതുകൊണ്ട് പരമാത്മാവ് എന്ന് പറയുന്നു. എല്ലാത്തിനും ആധാരവും പരമേശ്വരനുമായ പരമാത്മാവ് വിഷ്ണു തന്നെയാണെന്ന് എല്ലാ വേദങ്ങളും വേദാന്തങ്ങളും പാടുന്നു എന്ന് വിഷ്ണു പുരാണം. 12ാമത്തെ നാമം മുക്താനാം പരമാഗതി. മുക്തി ലഭിച്ചവർക്ക് ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനമായവൻ. മോക്ഷമെന്നും മുക്തിയുമെന്നുമുള്ള പദങ്ങളെ പറ്റി മിക്കവർക്കും അതിനെ ഒരു അവ്യക്തമായൊരു ധാരണയെങ്കിലും ഉണ്ട്. ജനനം, വളർച്ച, ക്ഷയം, മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം എന്നിങ്ങനെ ആവർത്തിക്കുന്നതാണ് ജീവിതം. മരണം മറ്റൊരു ജന്മത്തിൻ്റെ മുന്നൊരുക്കമാണ്. പരമാത്മാവ് തൻ്റെ തന്നെ സൃഷ്ടിയായ പ്രപഞ്ചത്തിലെ ഘടകങ്ങളായ ജീവികളുടെ ദേഹങ്ങളിൽ പ്രവേശിക്കുമ്പോൾ മായയുടെ പ്രവർത്തനത്തിൽ സ്വയം വഴങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് സ്വീകരിച്ചിരിക്കുന്ന ദേഹമാണ് താനെന്ന ധാരണ ഉണ്ടാകുന്നു. പ്രവൃത്തി കർമ്മബന്ധങ്ങൾക്ക് കാരണമാകുന്നു. കർമ്മഫലമായി പുണ്യവും പാപവും ആർജിക്കുന്നു. അവയുടെ ഊരാക്കുടുക്കൽപ്പെട്ട് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ വിവരിക്കുന്ന സംസാര ചക്രത്തിൽ പറ്റിക്കൂടുന്നു. കാലഗതിയിൽ കർമ്മബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പുണ്യപരിഭാഗം ഉണ്ടാകുമ്പോൾ താൻ ആര് എന്നറിയാനുള്ള ആകാംക്ഷ ഉടലെടുക്കുന്നു. താൻ ശരീരമല്ലെന്നും പ്രപഞ്ചരൂപമായി പ്രതിഭാസിക്കുന്ന പരമചൈതന്യം താൻ തന്നെയാണെന്നുമുള്ള ബോധമുണ്ടാകുമ്പോൾ മുക്തനായി തീരുന്നു. അങ്ങനെ മുക്തരാകുന്നവർ എവിടെ ചെന്നെത്തുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ നാമം. ഇതൊരൊറ്റ പദമല്ല, 3 പദങ്ങൾ ചേർന്ന നാമമാണ്. സമുദ്രത്തിൽ നിന്ന് വായുവിൽ പറ്റി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന ഒരു ജലകണിക മേഘത്തിൻ്റെ ഭാഗമായി മഴത്തുള്ളിയിൽ കലർന്ന് ഭൂമിയിലെത്തുന്നതായിട്ട് സങ്കല്പിക്കുക. മണ്ണിൽ കലർന്ന് ഊറി ഉറവയിലെത്തി വീണ്ടും സൂര്യതാപം കൊണ്ട് ഉയർന്ന് ആകാശമാർഗത്തിലെത്താം. ഇങ്ങനെ പലതവണ ആവർത്തിച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും വഴിക്ക് അത് സമുദ്രത്തിൽ തിരികെ ലയിക്കും. അതുപോലെയാണ് പരമാത്മാവിൽ നിന്ന് തൽക്കാലത്തേക്ക് വേർപെട്ടു പോയി താൻ ദേഹമാണെന്ന ഭ്രമത്തിൽ അകപ്പെട്ട ജീവാത്മാവ് തിരികെ പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നതിനാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ മുക്തൻ്റെ അവസാനത്തെ ഗതി പരമാത്മാവുമായുള്ള ഐക്യമാണ്. ആ പരമാത്മാവ് അഥവാ പരബ്രഹ്മമാണ് വിശ്വമെന്നും വിഷ്ണുവെന്നും സഹസ്രനാമത്തിൽ കീർത്തിതമായ ചൈതന്യം. 13ാമത്തെ നാമം അവ്യയ. വ്യയം അല്ലെങ്കിൽ മാറ്റമില്ലാത്തവൻ. മാറ്റവും നാശവും ഇല്ലാത്തവൻ എന്നും പദത്തിനർത്ഥം പറയാം. 14ാമത്തെ നാമം പുരുഷ. മുന്നിൽ പോകുന്നവൻ, പ്രധാനി എന്നർത്ഥം കൽപ്പിക്കാം. ഈ അർത്ഥത്തിൽ ജീവികളിൽ പ്രധാനപ്പെട്ടവൻ മനുഷ്യനെന്നോ ഭൂതങ്ങളിൽ പ്രധാനി ദേവനെന്നോ ദേവന്മാരിൽ പ്രധാനിയായ വിഷ്ണു എന്നോ അർത്ഥം പറയാം. വർധനവിനായി മാതൃഭാവത്തിൽ ശിശുക്കളെ ജനിപ്പിച്ചിട്ട് പോഷിപ്പിക്കുന്ന വിഭാഗം പ്രകൃതി എന്നും ബീജാധാനം ചെയ്യുന്ന വിഭാഗം പുരുഷനെന്നും പറയപ്പെടുന്നു. എല്ലാ ജീവികളുടെയും ജനേതാവ്. 9 ദ്വാരങ്ങളുള്ളതായ പുണ്യപുരത്തെ അല്ലെങ്കിൽ ശരീരത്തെ വ്യാപിച്ച് ശയിക്കുന്നത് കൊണ്ട് പുരുഷൻ എന്ന് പറയപ്പെടുന്നു എന്ന് മഹാഭാരതം ശാന്തിപർവം. നവദ്വാരേ പുരേ എന്ന് ഭഗവത്ഗീത. ശരീരത്തെ 9 ദ്വാരങ്ങളുള്ള പുരമായി പറയുന്നു. ആ പുരത്തിൽ ചൈതന്യമായി കുടികൊള്ളുന്നവൻ എന്നാണ് അർത്ഥം. ജീവാത്മാവ്, ആ ചൈതന്യമായി കുടികൊള്ളുന്നവനാണ് ജീവാത്മാവ്. ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് അഭിന്നമായതുകൊണ്ട് പരമാത്മാവ് എന്നും അർത്ഥം പറയാം. അങ്കുഷ്ടമാത്രനായ പുരുഷൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ സന്നിവിഷ്ടനായിരിക്കുന്നു എന്ന് ഭാഗവതം. 1000 ശിരസ്സുകളും 1000 കണ്ണുകളും 1000 കാലുകളുമുള്ള പുരുഷൻ ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നും ആവരണം ചെയ്യുന്നു. എല്ലായിടത്തും ലോകത്തേക്കാൾ 10 അങ്കുലം കടന്നു നിൽക്കുകയും ചെയ്യുന്നു എന്ന് പുരുഷ സൂക്തം. 15ാമത്തെ നാമം സാക്ഷിയാണ്. എല്ലാം കാണുന്നവനാണ് സാക്ഷി. ചരാചരാത്മകമായ ഈ പ്രപഞ്ചത്തിൽ ആകെ വ്യാപിച്ചിരിക്കുന്ന പരമചൈതന്യമായതുകൊണ്ട് വിഷ്ണു എന്ന് പ്രസിദ്ധനായ ഭഗവാൻ എല്ലാ പ്രവർത്തനങ്ങളും അറിയുന്നു. എല്ലാ കർമ്മങ്ങൾക്കും പ്രേരകമായ ശക്തിയാണെങ്കിലും ഒന്നിലും വ്യാപൃതനാകാതെ കാഴ്ചക്കാരനായി, കേൾക്കുന്നവനായി, എല്ലാത്തിനെയും തൊട്ടും ഘ്രാണിച്ചും അറിയുന്നവനായി, എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവനായി ഭഗവാൻ വർത്തിക്കുന്നു. ജീവികളുടെ എല്ലാ കർമ്മങ്ങളും കണ്ടറിഞ്ഞ് വിലയിരുത്തി കർമ്മഫലം നൽകുന്നതും കർമ്മബന്ധങ്ങൾ വിധിക്കുന്നതും ഭഗവാനാണ്. അതിനായി ഭഗവാൻ
9 ദേവതകളായിട്ട് രൂപം ധരിക്കുന്നു. സൂര്യൻ, സോമൻ, യമൻ, കാലം, പഞ്ചഭൂതങ്ങൾ എന്നീ ദേവതകൾ ജീവികളുടെയും വസ്തുക്കളുടെയും ഉള്ളിലും പുറത്തും ഉണ്ടാകുന്ന സകല വികാരങ്ങളും കണ്ടറിയുന്നത് കൊണ്ട് അവയെ മൊത്തത്തിൽ കർമ്മസാക്ഷികൾ എന്ന് പറയുന്നു. അപ്പോൾ കർമ്മസാക്ഷികളായിട്ട് രൂപം ധരിച്ചവൻ എല്ലാത്തിനും സാക്ഷിയാണെങ്കിലും ഭഗവാന് സാക്ഷിയായിട്ട് മറ്റാരുമില്ല. ലളിതാ സഹസ്രനാമത്തിൽ വിശ്വസാക്ഷിണി, സാക്ഷിവർജിത എന്നീ 2 നാമങ്ങളുള്ളവയുടെ വ്യാഖ്യാനം നമുക്ക് ഈ സമയത്ത് ഓർമ്മിക്കാം. 16ാമത്തെ നാമം ക്ഷേത്രജ്ഞ, പ്രപഞ്ചത്തെ അറിയുന്നവൻ, ക്ഷേത്രത്തെ അറിയുന്നവൻ. ക്ഷേത്രം അനേകം അർത്ഥങ്ങളുള്ളൊരു പദമാണ്. ആത്മാവായി സർവ്വജീവികളിലും കുടികൊള്ളുന്ന ബ്രഹ്മചൈതന്യം. ക്ഷേത്രജ്ഞ ശബ്ദം ശിവപര്യായമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ശിവമൂർത്തികളിൽ മുഖ്യം നിരാകാരവും നിർഗുണവുമായ സദാശിവനാണ്. സദാശിവൻ ക്ഷേത്രജ്ഞനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. നശിക്കുന്നത് എന്ന സങ്കല്പം നിന്നാണ് ശരീരം എന്ന അർത്ഥം വികസിച്ചത്. ശരീരം ക്ഷേത്രമാകുമ്പോൾ ക്ഷേത്രജ്ഞൻ ശരീരസ്ഥനായ ജീവാത്മാവാണെന്ന് വരുന്നു. ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് അഭിന്നമായതുകൊണ്ട് ക്ഷേത്രജ്ഞൻ പരമാത്മാവ് അഥവാ ബ്രഹ്മം തന്നെയാണെന്ന് ധരിക്കണം. ഭഗവത്ഗീതയുടെ 13ാം അധ്യായത്തിന് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്നാണ് പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അല്ലയോ കൗന്ദേയ, ഈ ശരീരം ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. അതിനെ അറിയുന്നവൻ ആരോ അവനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. എല്ലാ ശരീരങ്ങളിലും അവയെ അറിഞ്ഞുകൊണ്ട് ക്ഷേത്രജ്ഞനായി സ്ഥിതി ചെയ്യുന്നത് ഞാൻ തന്നെയാണെന്നറിയുക. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ശരീരങ്ങളാണ് ക്ഷേത്രങ്ങൾ, ശുഭാശുഭങ്ങൾ ബീജങ്ങൾ. അവയെ അറിയുന്ന യോഗാത്മാവാണ് ക്ഷേത്രജ്ഞൻ എന്ന് മഹാഭാരതം ശാന്തിപർവം. 17ാമത്തെ നാമം അക്ഷര. ക്ഷരം എന്നതിന് നാശം എന്നർത്ഥം. അക്ഷര എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൻ എന്നാണ് അർത്ഥം. നാശവും ആദിയും മധ്യവുമില്ലാത്ത ബ്രഹ്മചൈതന്യമാണ് വിഷ്ണു ഭഗവാൻ. ഇവനെ അല്ലെങ്കിൽ ആത്മാവിനെ ശസ്ത്രങ്ങൾ മുറിക്കുന്നില്ല, അഗ്നി ദഹിപ്പിക്കുന്നില്ല, ജലം ഇവനെ നനയ്ക്കുകയോ വായു ശോഷിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇവൻ അച്ഛേദ്യനും അദാഹ്യനും അക്ലേദ്യനും അശോഷ്യനുമാണ്. നിത്യനും സർവത്തിലും വ്യാപിച്ചിരിക്കുന്നവനും സ്ഥിരനും ചലനമില്ലാത്തവനും സനാതനനുമാണ് എന്ന് ഭഗവത്ഗീത. ഈ ശ്ലോകങ്ങളിൽ ഭഗവാൻ തന്നെ വിവരിക്കുന്ന ബ്രഹ്മത്തെയാണ് വിശ്വമെന്നും വിഷ്ണു എന്നും തുടങ്ങിയ നാമങ്ങളിലൂടെ നമ്മൾ ഈ സഹസ്രനാമത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. വിശ്വം വിഷ്ണുവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാം ച മുക്താനാം പരമാഗതി അവ്യയപൂരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച.